അമൂല്യമായ സ്വർണത്തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ. അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് സിൽവർ, ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം, ഫസ്റ്റ് ഫ്ലോർ, തൈക്കാട്ടിൽ ബിൽഡിംഗ്, ചേലക്കര. തലപ്പള്ളി താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കരയോഗത്തിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തലപ്പള്ളി താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കരയോഗങ്ങളിലെ 5, 6, 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാലയുടെ ഉദ്ഘാടനം NSS ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേശ് നിർവഹിച്ചു. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ കരയോഗത്തിന്റെ പൊതുയോഗങ്ങൾ നടക്കുമ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഇത്തരം ക്ലാസുകൾ കരയോഗ തലത്തിൽ നമുക്ക് സംഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഫുൾ ഡേ അല്ലെങ്കിൽ ഹാഫ് ഡേ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ വളരുന്ന തലമുറയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനായി വേറെ ആരും ഇല്ല എന്നുള്ള അവസ്ഥ. വീട്ടുകാർ പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ കേൾക്കില്ല. അധ്യാപകർക്ക് വിഷയം സബ്ജക്റ്റ് പഠിപ്പിക്കാനുള്ള സമയം മാത്രമേ കാണൂ. പിന്നെ പുറത്തുനിന്ന് അവർക്ക് യാതൊരു തരത്തിലുള്ള. യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പ്രത്യേകം വേദിയിലാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത്. 150ഓളം കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു. ദിനചര്യയും വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ കുട്ടികൾക്കായി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ മല്ലിക ബാലകൃഷ്ണൻ, മാതാപിതാക്കൾക്കായി സ്നേഹപൂർവ്വം മാതാപിതാക്കളോട് എന്ന വിഷയത്തിൽ OS സതീഷ് എന്നിവർ ക്ലാസ് നയിച്ചു. മാതാപിതാക്കളുടെയും കുട്ടികളുടെയും സംയുക്ത വേദിയിൽ കുട്ടികളും രക്ഷാകർത്താക്കളുമായുള്ള ആത്മബന്ധവും ആധ്യാത്മിക സംസ്കാരവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രശസ്ത കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും വിദ്യാർത്ഥി രക്ഷാകർതൃ അധ്യാപക ട്രെയിനറുമായ KV അനൂപ് കിഷോർ ക്ലാസ് എടുത്തു. യൂണിയൻ ഭരണസമിതി അംഗം CP ഹരിനാരായണൻ നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, NSS പ്രതിനിധി സഭാംഗങ്ങൾ, വനിതാ യൂണിയൻ ഭാരവാഹികൾ, NSS ഇൻസ്പെക്ടർ N രാധാകൃഷ്ണൻ. എല്ലാവരുടെയും സ്വാദ് രസം ഒന്നാണ്. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനുമായി നടന്നൊരു സംവാദം നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ലോകത്ത് ജാതി സംഭവ്യമാണ്, ഒരു കാരണവശാലും മാറ്റാൻ സാധ്യമല്ല എന്ന് ഉറച്ച് വിശ്വസിച്ചു മഹാത്മാഗാന്ധി. അത് നാരായണ ഗുരുദേവനോട് പറയുകയും ചെയ്തപ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞു, ശരിയാണ്, പ്രകൃതിയാൽ ധാരാളം ജാതികളുണ്ട്, മാവ് ധാരാളം ജാതിയുണ്ട്, ഏറ്റവും ഉന്നതമായ ജാതിയിൽപ്പെട്ട മാമ്പഴം കഴിക്കാൻ നമ്മളൊക്കെ ഇഷ്ടപ്പെടും. അതിൽ തന്നെ പല പല ജാതിയുണ്ട്. ചില ജാതിയിൽപ്പെട്ടതിനെ മാമ്പഴമാണെങ്കിലും തൊടാൻ പോലും നമുക്ക് ഇഷ്ടമില്ല. വാഴപ്പഴം നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ജാതിയുണ്ട്. ഓരോ ജാതിയുണ്ടെങ്കിലും നമുക്കിഷ്ടപ്പെട്ടത് 1, 2 ആണ്. അതേ നാം ഭക്ഷിക്കും. തെങ്ങ് നോക്കിയാൽ വ്യത്യസ്ത ജാതികളുണ്ട്, പല പല പേരുകളുണ്ട്. കവുങ്ങ് നോക്കിയാൽ വ്യത്യസ്ത ജാതികളുണ്ട്, പല പല പേരുകളുണ്ട്. നമ്മുടെ ഈ ഭൂമുഖത്ത് നമ്മൾ കാണുന്ന സർവ്വതിനും ഈ വൈവിധ്യമുണ്ട്, വ്യത്യസ്തതയുണ്ട്, ജാതിയുണ്ട്, ഉപജാതികളുണ്ട്, സ്വാദ് വ്യത്യസ്തം, സർവ്വതും വ്യത്യസ്തം. അപ്പോൾ ജാതി ഇല്ലാതാക്കുക സാധ്യമല്ല. അത് പ്രകൃതിയാലുള്ളതാണ്. എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് CCV.